ഈ നേരത്ത് എന്തേ മാവോ നല്ല പരിപാടിയാ കേട്ടോ. എന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് നിങ്ങളൊക്കെ അവിടെ സൂഹിക്കല്ലേ? എടാ നീ അതിന് 2 ദിവസമല്ലായിട്ടുള്ളൂ പോയിട്ട്. 2 ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് 2 വർഷം പോലെ തോന്നണേ. അത് നീ കുടുംബമൊക്കെ വിട്ട് നിന്ന് ശീലമില്ലല്ലോ, അതുകൊണ്ട് തോന്നണതാ. അതെ, എങ്ങനെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുവോ? അതെ, കാര്യമെന്ന് പറഞ്ഞാൽ അയാളും ഞാനുമായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓരസി നിൽക്കുവാണ്. മഹാ ചെറ്റയാണെന്നേ. അതെ, നീ വെറുതെ എടുത്ത് ചാടി പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് മയത്തിൽ പറഞ്ഞ് കാര്യം നേടിയിട്ട് വന്നാൽ മതി. അല്ല, ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണേ. ഇല്ലെങ്കിൽ ഞാൻ അതിനു മുമ്പ് എന്നേ ഞാൻ അങ്ങോട്ട് വണ്ടി കയറിയനെ. പിന്നെ അമ്മാവനെ എന്നാ ഇങ്ങോട്ട് പറഞ്ഞേ? അത് നീ വിളിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ വിളിച്ചാലേ അമ്മാവന് വരാവൂ. അമ്മാവൻ കയറി ഇങ്ങോട്ട് പോരമ്മാവാ. അങ്ങനെ അത്ര ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ആവശ്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു ആവശ്യം തന്നെയാണ്. അമ്മാവൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ഒരു ബലമാവേ. പിന്നെ വരുമ്പോഴേ വെറും കൈയോടെ ഇങ്ങോട്ട് പോരരുത്. എന്തെങ്കിലും കരുതിയിട്ട് വേണം വരാൻ. അവിടെ പോലീസൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ നടക്കുമോ? അയാൾ ഡൂക്കിളി പോലീസ്. അത് ആരോ അങ്ങനെ ASI എന്ന് പറഞ്ഞ ഒരു പദവി കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. അതിന് ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. അതെ, അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? നമുക്കിവിടെ ആവശ്യമുള്ള റബ്ബറുണ്ട്. ഞാൻ ഇപ്പം നിൽക്കണ എൻ്റെ റബ്ബറിൻ്റെ ഇടയിലാണ്. എന്നാ പിന്നെ ഞാൻ വരാം. നമുക്കിവിടെ ആവശ്യമുള്ള സ്ഥലത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ. പെട്ടെന്ന് പറഞ്ഞേ. ശരി ശരി. എങ്ങനെ തങ്കും തക്കളിമോളൊക്കെ എന്ത് വേണു? അവരൊക്കെ ഹാപ്പിയാ, ഒരു കുഴപ്പമില്ല. പിന്നെ തങ്കം അന്വേഷണം പറഞ്ഞേക്കാൻ പറഞ്ഞു അമ്മാവനെ വിളിക്കണമെങ്കിൽ. വേറൊന്നുമില്ല, അമ്മാവന് ആ റോഡിലോട്ടുള്ള കടയിലോട്ടായിട്ട് ഇറങ്ങണമെങ്കിലേ എൻ്റെ ഈ ഫോണിലോട്ട് ഒരു 200 രൂപയുടെ നെറ്റും പിന്നെ ഒരു 100 രൂപയ്ക്ക് കോൾ ചാർജ് ഒന്ന് ചെയ്തിരുന്നാൽ കൊള്ളായിരുന്നു. ഹലോ 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 കേൾക്കാമോ? ഹലോ ഹലോ അമ്മാവ് കേൾക്കാമോ? ഹലോ ഹലോ. എൻ്റെ ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി എന്നോടാ എൻ്റെ കളി. പൈസയുടെ കാര്യം പറയുമ്പോൾ കിളവനും കെട്ടിയത് ഇതല്ലേ. എല്ലാവർക്കും പൈസ പൈസ എന്നുള്ളതേ ഉള്ളൂ. നടന്നതന്നെ. അടിക്കുള്ളൂ. ഓടാർന്നു. ഇവിടെ വെച്ചാണല്ലോ ഞാൻ. തങ്കം 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 നീ കേട്ടോടെ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ മൊബൈലുണ്ടോടി? മൊബൈലോ? എവിടെ പോയി അറിയാമെങ്കിൽ പിന്നെ ഞാൻ നിന്നെ വിളിച്ച് ചോദിക്കോ? ഞാനിവിടെ ടോയ്ലറ്റിലൊന്ന് പോയിട്ട് സാധനം കാണാല്ലേ. ഇവിടെ എഴുന്നേക്ക് നോക്കട്ടെ. ഒരു സാധനം നോക്കി എടുക്കരുത് ക്ലീറ്റ്. എല്ലാത്തിനും എന്റെ കൈ അങ്ങോട്ട് തന്നെ. അതാ നോക്ക്. അതായത് ഇവിടെ വെക്കണം. അതിനിടയ്ക്ക് ആരെടുത്തോണ്ട് പോകണം? അത്ര അത്യാവശ്യപ്പെട്ട്. പിന്നെ നിങ്ങളുടെ ഫോൺ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ആർക്കെങ്കിലും വിളിക്കാനുമല്ലോ. നിങ്ങൾ ഏത് ഷർട്ട് ഇട്ടുണ്ടോ എന്റെ അകത്ത് ഉണ്ടാവും. ഷർട്ട് വെള്ള ഷർട്ട് അത് കഴുകാൻ തന്നില്ലയോ? അതിനെടുത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കി എവിടെയാ വെച്ചത്. ഞാൻ ഇവിടെയാണ് വെച്ചത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, അതൊരു കയറ് കെട്ടി കഴുത്തേൽ അങ്ങോട്ട് കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിൽ കാണാതാവൂലല്ലോ. പിന്നെ ഞാൻ പശുവല്ലേ, മണി കെട്ടി തൂക്കുമ്പോൾ എന്റെ ക്ലീറ്റ് ആലോചിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടാവില്ല. ഇവിടെ വെച്ചെങ്കിൽ സാധനം കാണണ്ടേ? ഇവിടെയാണ് ഞാൻ വെച്ചിട്ട് പുറത്ത് പോയി ടോയ്ലറ്റ് പോയി. ഞാൻ ക്ലീറ്റോ തന്നെ ഒരു വെളിവില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നായിരുന്നോ? അവിടെ വെച്ചിട്ടുണ്ടാവും. വാങ്ങോട്. അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേന് 100 കൂട്ടം വിളിയാ. Alien versus Alien.